അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ, ഇന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തഹിയ ഫണ്ടിലേക്ക് 1 കോടി രൂപ ഒരു വ്യക്തി സംഭാവന നൽകിയിട്ടിരിക്കുകയാണ്. പാവപ്പെട്ട ഉസ്താദുമാർക്ക് വീട് വെച്ച് നൽകാൻ ആ ഒരു സഹോദരന്റെ ഹൃദയമറിഞ്ഞ സ്നേഹ സംഭാവന തഹിയയിലേക്ക് പരന്നൊഴുകിയിരിക്കുകയാണ്. എത്ര ആളുകളാണ്! ബാംഗ്ലൂരിൽ നിന്നും 3 കോടി ഒരൊറ്റ ദിവസമാണ് മാറി മറിഞ്ഞത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെ അഭിവന്ദ്യരായ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തവ്വലല്ലാഹു ഉംറഹ് മഹാനുഭാവന്റെ ആജ്ഞ ശിരസാ വഹിച്ചുകൊണ്ട് അവിടുത്തെ സുന്ദരമായ സ്നേഹത്തോടുകൂടെയുള്ള കൽപ്പനകൾ സ്വീകരിച്ചുകൊണ്ട് എത്ര ആളുകളാണ് നിരന്തരമായി തഹിയയിലേക്ക് ഫണ്ടുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇതിന്റെ ഭാഗമാവുക. സമസ്ത എന്ന് പറയുന്നത് ആദർശ വഴിയിൽ കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ നേതൃത്വമാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയധാരകളെ നമ്മളുടെ നാട്ടിൻപുറങ്ങളിൽ ഓരോ നാടുകളിലും പ്രിയപ്പെട്ട പിഞ്ചുമക്കളുടെ ഹൃദയങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കുന്ന അറിവിന്റെ സുഹൃതങ്ങളെ അതിന് നേതൃത്വം നൽകുന്ന പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഒരുപാട് ഉസ്താദുമാർ, 10,000-ലധികം വരുന്ന മദ്രസകൾ, അതേപോലെ തന്നെ എത്ര വിദ്യാർത്ഥികളാണ്, 10 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾ ഓരോ ദിവസവും ഈ വിശുദ്ധമായ സമസ്തയുടെ കീഴിൽ അറിവ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആഗോളതലത്തിലേക്ക് സമസ്ത മാറുകയാണ്. അൽഹംദുലില്ലാ, 100ാം വാർഷികം അതൊരു ഇതിഹാസമാണ്. സത്യം പറഞ്ഞാൽ 1926 തുടങ്ങി 2026 എത്തി നിൽക്കുമ്പോൾ അന്ന് വരക്കൽ ബഅലവി മുല്ലക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ശിലപാകിയ ഈ മഹിതമായ പ്രസ്ഥാനം വാനോളം ഉദിച്ചുയർന്ന് വലിയൊരു നക്ഷത്രമായി വലിയൊരു കെടാവിളക്കായി പ്രശോഭിച്ചു നിൽക്കുകയാണ്. സയ്യിദുൽ ഉലമയുടെ കൈകളിൽ സുഭദ്രമായി എതിർപ്പുകളുടെയും അതുപോലെ തന്നെ ഒരുപാട് പ്രതിസന്ധികളും അതിജീവിച്ചിട്ടാണ് സമസ്ത 100 വർഷങ്ങളിലേക്ക് എത്തി നിൽക്കുന്നത്. ഇൻഷാ അല്ലാഹ് 2026 ഫെബ്രുവരിയിൽ നടക്കുന്ന 100ാം വാർഷിക സമ്മേളനത്തിൽ നമ്മൾക്ക് ഒന്നിച്ചു ചേരണം. എന്നിട്ട് ആ 100ാം വാർഷികം ഒരു ഇതിഹാസമാകണം. ഇന്റർനാഷണൽ കോൺഫറൻസ് എന്ന് പറയുന്നത് അത് അന്താരാഷ്ട്ര സമ്മേളനം തന്നെയായി മാറണം. കാസർഗോഡ് കുനിയയിൽ വെച്ച് നടക്കുന്ന സമസ്തയുടെ 100ാം വാർഷികം നമ്മൾക്ക് വിജയിപ്പിക്കണം. ഒന്നായി ചേർന്നുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ മഹിതമായ ആശയ വഴിയിൽ സുദൃഢമായി സ്നേഹത്തോടെ, സൗഹാർദ്ദത്തോടെ, സന്മനസ്സോടെ സമസ്തയുടെ അണിയായി ഒഴുകുന്ന പ്രവാഹമായി നമുക്ക് തുടരാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.